ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഈ ലോകവും അതിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹങ്ങളും അതിൻ്റെ പാപപ്രവൃത്തികളും അനേകരിൽ ലഹരിയായി മാറുമ്പോൾ, എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു അവൻ്റെ ലഹരിയാണ്. വിശ്വാസികൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനായിട്ടാണ് ദൈവവചനം ഉത്ബോധിപ്പിക്കുന്നത്. എഫെസ്യ ലേഖനം 6:11-13 വരെയും യാക്കോബിന്റെ ലേഖനം 4:7 പഠിക്കുമ്പോൾ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുവാനായിട്ടാണ് ആ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ കഷ്ടം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ആ കഷ്ടത നിത്യ തേജസ്സിലേക്കാണ് നമ്മെ നടത്തുന്ന നടപ്പാതയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 8:18 നമുക്കത് മനസ്സിലാക്കാം. 2 കൊരിന്ത്യലേഖനം 4:17-18 വാക്യങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് അക്കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മാത്രമല്ല, തേജസ് നീതീകരണത്തോട് ചേർന്ന് പോകുകയാണ്. അതാണ് റോമാലേഖനം 8:30 വ്യക്തമാക്കുന്നത്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ വർത്തമാനകാല കൂട്ടായ്മ അതിൻ്റെ ഉറപ്പ് നൽകുന്നതായിട്ട് റോമാലേഖനം 8:17 കാണാം. ഈ ഭാവി എവിടെ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട്, ഒരു വിശുദ്ധന്റെ തേജസ് അവന്റെ ശുദ്ധീകരിക്കപ്പെട്ട സ്വഭാവത്തിലാണ് എന്ന് കാണാവുന്നത്. രണ്ടാമതായിട്ട്, തേജസ് നമ്മുടെ സമ്പൂർണ്ണ പുരുഷത്വത്തെ അത് വെളിപ്പെടുത്തുന്നതാണ്. മൂന്നാമതായിട്ട്, ദൈവമക്കളുടെ തേജസ് ദൈവ തേജസ്സിന്റെ പ്രതിഫലനമായിരിക്കും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, അന്ന് നാം കർത്താവിനോട് ചേർന്ന് അവന്റെ തിരുസന്നിധിയിൽ നാം ആയിരിക്കും എന്നുള്ളതാണ്. അതെ, ഇത് മനസ്സിലാക്കിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിലെ താൽക്കാലിക പാപലഹരിയുടെ പിന്നാലെ ഒരിക്കലും സഞ്ചരിക്കുവാനായിട്ട് സാധ്യമല്ല. അഥവാ ലഹരി കച്ചവടം ഈ മാർച്ചിൽ മാത്രം ഏതാണ്ട് 10,000-ലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് ഔദ്യോഗികമായ കണക്കുകൾ. ഏതാണ്ട് 10,495 മാരകമായ ലഹരി കേസുകൾ, അതിൻ്റെ വേട്ടകൾ ഒക്കെ നടക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ ലോകം ഒരു പാപത്തിന്റെ ലഹരിയിൽ, മയക്കുമരുന്നിന്റെ ലഹരിയിൽ, അന്ധകാരത്തിന്റെ വൈശാചികത്വത്തിന്റെ പിടിയിൽ മുൻപോട്ട് പോകുന്നു. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ആരംഭത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്തു അവന്റെ ലഹരിയാണ്, ആരാധന അവന്റെ ലഹരിയാണ്, വിശുദ്ധ ജീവിതം അവന്റെ ലഹരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതെ, ആ ലഹരിയിലേക്ക് നമുക്ക് ഒത്തുചേരാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. അലയരുതേ, ഉലയരുതേ, ദിശയറിയാതുഴലരുതേ. മോഹത്തിന്റെ തെരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം.
കാറ്റടിക്കും കടലിളകും ഭയമരുതേ പതരരുതേ. തോണി തന്ന മരത്ത് മയങ്ങുന്നവൻ യേശുവല്ലേ വിളിച്ചുണർത്താം. കാറ്റും കടലും അവൻ തടുക്കും, ദ്യോവിൻ തീരെ അവൻ അണയ്ക്കും. കാറ്റും കടലും അവൻ തടുക്കും, ദ്യോവിൻ തീരെ അവൻ അണയ്ക്കും. ദ്യോവിൻ തീരെ അവൻ അണയ്ക്കും. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ